ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികളൊക്കെ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലവും വന്നു. അതിനുശേഷം ഇന്ന് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അത് കളം നിറയുകയാണ്. ഒരുപാട് ആരോപണങ്ങൾ വന്നു. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെയൊക്കെ കുറച്ചധികം ആരോപണങ്ങൾ വന്നു. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചില്ല, വോട്ട് കുറഞ്ഞു, വോട്ട് ശതമാനം കൂടി, ഇങ്ങനെ പല അവകാശവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ കണ്ട ഒരു വാർത്താ പകലാണ് കടന്നുപോയത്. അപ്പോൾ മറ്റു ചില വാർത്തകൾ കൂടി നമ്മൾ പ്രൈം ടൈമിൽ പരിശോധിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വോട്ടിനെ ചൊല്ലിയുള്ള വാക്പോര് ഇനിയും തീർന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞ് പന്തലും പൊളിച്ചു, എന്നിട്ടും വാക്പോര് കഴിഞ്ഞിട്ടില്ല. വോട്ട് ചോർച്ചയും വീഴ്ചയും ഒക്കെ ചർച്ചയാകുന്നു. പടയൊരുക്കവും പൊട്ടിത്തെറികളും അതുപോലെ പടലവിണക്കും ഒക്കെ ഇന്ന് വാർത്താപ്പകലിൽ കണ്ടു. പല ആളുകളും ഒളിഞ്ഞും തെളിഞ്ഞും അമ്പെയ്യുന്നുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ അങ്കക്കളരിയിൽ എന്തൊക്കെയാണെന്ന് നടന്നത് എന്ന് നമുക്ക് പരിശോധിക്കാൻ നേരമില്ലെങ്കിലും ചില കാര്യങ്ങളോട് നമ്മൾ കടന്നു പോകും. തെരഞ്ഞെടുപ്പ് വാർത്തകൾ മാത്രമല്ല, ഇന്നത്തെ മുഴുവൻ വാർത്തകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞതിനപ്പുറമുള്ള കാര്യങ്ങൾ, ഇനി നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, നാളെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം അവഗാഹത്തോടെ പരിശോധിക്കുന്ന വാർത്താധിഷ്ഠിത പരിപാടി പ്രൈം ടൈം വിത്ത് SKN തുടരുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവല്ലയിൽ നടന്നൊരു ദാരുണ സംഭവമാണ്. ഒരാളിൻ്റെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തൊഴിലാളികളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരാൾക്ക് മരണം സംഭവിച്ചു. തിരുവല്ലയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. മുത്തൂരിൽ കഴുത്തിൽ കയർ കുരുങ്ങി ബൈക്കിൽ നിന്ന് വീണ് ഒരു യാത്രക്കാരൻ മരിച്ച സംഭവം ഉണ്ടായി. ആലപ്പുഴ തകഴിയിലെ സെയ്താണ് ഇങ്ങനെ മരിച്ചത്. മരം മുറിക്കാൻ അശ്രദ്ധമായി കയർ വലിച്ചു കെട്ടിയതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മരമെട്ടുകാരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞു. തിരുവല്ലയിലെ മുത്തൂരിൽ നിന്ന് AV ജയശങ്കർ നമുക്കൊപ്പം ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. SKN തിരുവല്ല മുത്തൂർ ജംഗ്ഷനിൽ ഏകദേശം 3:30 സമയത്താണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. തികച്ചും നിയമവിരുദ്ധമായ ഒരു വടം റോഡിന് കുറുകെ കെട്ടുന്നു. ഈ അടുത്തുള്ള ഒരു സ്കൂളിലെ മരം മുറിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ തൊഴിലാളികൾ, ഈ കരാറുകാർ വടം കെട്ടുന്നത്. ഈ വടം കെട്ടിയത് കാണാതെ ആലപ്പുഴ സ്വദേശി സെയ്ദ് ഇതുവഴി കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഈ വടം കുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ബൈക്കിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു, തെറിച്ചു വീഴുന്നു. ഇദ്ദേഹത്തിനൊപ്പം ഈ ബൈക്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. അങ്ങനെ കുടുംബസമേതമാണ് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. ഈ അപകടത്തിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, വലിയ തോതിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡാണ്. ഈ ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ സ്ഥലത്ത്, അതായത് ഇവിടെ ഈ വടത്തിൽ തട്ടി ഈ സെയ്ദിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടി ഇവിടെ തെറിച്ചു വീഴുന്നു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, ഇങ്ങനെ ഈ വണ്ടി ഉരഞ്ഞു പോയിരുന്ന പാടുകൾ ഉൾപ്പെടെ ഈ റോഡിൽ ഇപ്പോഴുമുണ്ട്. അങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. എന്തായാലും നാട്ടുകാരുൾപ്പെടെ ഈ ഒരു അപകടത്തിൻ്റെ നടുക്കത്തിലാണ്. സാധാരണ ഇവിടെ ഒരാളെ ഇടും നമ്മളിത് ചെയ്യുമ്പോഴത്തേന്. ഇത് 2-3 തവണ മരം വെട്ടാകുമ്പോൾ ആളൊന്നും ഇല്ലായിരുന്നു. ഒരു കയർ മാത്രം കെട്ടി തുണി, മറ്റ് സാധാരണ സിഗ്നലോ അല്ലെങ്കിൽ ഒരു ഇത് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഇതൊന്നും ചെയ്യാതെ ഒരു കയർ മാത്രം. പക്ഷേ ഈ വന്ന ആൾ പെട്ടെന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവർ വലിയ ഇതൊക്കെ വരുന്ന റോഡല്ലേ, ഗതാഗതമുള്ള റോഡാണ്. ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ നല്ല തിരക്കുള്ള റോഡാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. അപ്പം ആളില്ല. ഇവർ വന്ന് നേരെ കുരുങ്ങുമായിരുന്നു. ശാസനം കുരുങ്ങി വണ്ടി കൈവിട്ടുപോയി. പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, നേരെ അങ്ങോട്ട് പോയി നിരങ്ങിപ്പോയി ഇതാവുമായിരുന്നു. ഒരു സുരക്ഷാ ക്രമീകരണമില്ലാതെ, പോലീസിൻ്റെ പോലും അനുമതിയില്ലാതെയാണ് ഇത്തരത്തിലൊരു വടംകെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും നാട്ടുകാരുൾപ്പെടെ വലിയ നടുക്കത്തിലാണ്. അവർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. നാട്ടുകാരനായ ഒരു ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എന്തായിരുന്നു സംഭവം? ഇത് എന്താണെന്ന് സംബന്ധിച്ചാൽ അവർ രാവിലെ 10:30 ആയപ്പോഴാണ് മരം മുറിക്കാൻ തുടങ്ങി. അപ്പം മരം മുറിക്കാൻ തുടങ്ങി അവർ അവിടെയും ബ്ലോക്ക് ചെയ്ത് ഇവിടെയും ബ്ലോക്ക് ചെയ്ത്. ഇവിടെ ഒരു കയറ് മാത്രമേ വലിച്ചു കെട്ടിയുള്ളായിരുന്നു. അത് ഒരു ആളെ നിർത്തി ആളില്ലായിരുന്നു. ഇവിടെ കയറ് മാത്രമേ. അപ്പം അവിടെ വെട്ടുന്നിടത്ത് ജംഗ്ഷനിൽ അവിടുത്തെ കൗൺസിലർ അവിടെ ജംഗ്ഷനിലുണ്ടായിരുന്നു. അത് വെട്ടി ഇന്നടം വരെ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറിട്ടേക്ക് ഇവിടെ ഈ അമ്പലത്തിലോട്ട് വരുന്ന ആൾക്കാർ ഈ റോഡ് മൊത്തം എപ്പോഴും 24 മണിക്കൂർ റോഡ് ബ്ലോക്കാണ്. റോഡ് ഇത് മുനിസിപ്പൽ കോൺട്രാക്ടിൻ്റെ അവർ കൊടുത്തങ്ങനെ കരാറുകാരൻ, ആ കരാറുകാരൻ്റെ ഉദാസീനത തന്നെ ഇവിടെ ഈ സംഭവം. ഒറിജിനൽ അവർ ഒരാളെ ഇവിടെ നിർത്തേണ്ടതാണ്. അത് കഴിഞ്ഞ 2 മാസം മുമ്പ് വെട്ടിയപ്പോൾ അവരിവിടെ ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരാളെ നിർത്തിയിട്ടില്ല. അവരുടെ കഴിവേട് തന്നെ ഈ അപകടം. വളരെ വേദന ഉണ്ടാക്കുന്ന ചില ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഹെൽമറ്റ് ഉണ്ട്, ഗ്രിപ്പുണ്ട്. ഈ സഹദിൻ്റെ ഭാര്യയുടെ ഉപയോഗിച്ച ഹെൽമറ്റാണിത്. ഒപ്പം തന്നെ മക്കളുടെ ചെരുപ്പാണ് അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ഇത് ദാരുണമാണ്. കാരണം ഒരു വലിയ സ്വപ്നങ്ങളുമായി യാത്ര ചെയ്തിരുന്ന ഒരു കുടുംബം, അവരുടെ സ്വപ്നങ്ങൾ പൊടുന്നനെ ഇല്ലാതാകുന്നു. ഇപ്പോൾ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവല്ല പോലീസ് നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. നാട്ടുകാരുൾപ്പെടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾ നാട്ടുകാർക്കിടയിൽ ഉണ്ടാകുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇവിടെ ഇന്ന് വൈകിട്ടോടുകൂടി
അതോടുകൂടി തിരുവല്ല പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ കരാറുകാരനെ കേസിൽ പ്രതി ചേർക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം നിയമങ്ങൾ പാലിക്കാതെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ മരം വെട്ടിയതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തികഞ്ഞ അനാസ്ഥമുണ്ടായ വരുത്തിവെച്ച ഒരു ദുരന്തം തന്നെയാണ് സയ്യിദിൻ്റെ ജീവൻ നഷ്ടമായത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. എന്തായാലും മുത്തൂരിലെ ഈ അപകടം നമ്മോട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ചെറിയ അനാസ്ഥ കൊണ്ട് മനുഷ്യജീവൻ എടുക്കുക. ഇന്ന് അതാണ് തിരുവല്ലയിലെ മുത്തൂരിൽ സംഭവിച്ചത്. ഒരു മരം മുറിക്കാൻ വേണ്ടി റോഡിന് കുറുകെ വടം കെട്ടുക, ആ വടം വളരെ താഴെ കെട്ടുക, ഇതിന് സൂചന കൊടുക്കുന്ന ഒരു ബോർഡുകളും സ്ഥാപിക്കാതിരിക്കുക. ഇത്തരം അലക്ഷ്യമായ നടപടിയിലൂടെയാണ് വിലപ്പെട്ട ഒരു ജീവൻ ഇന്ന് മുത്തൂരിൽ പൊലിഞ്ഞു പോയത്. വളരെ സങ്കടകരമായൊരു സാഹചര്യമാണ്. ഇത്തരം അലക്ഷ്യമായ കാര്യങ്ങളിലേക്ക് ആളുകൾ നീങ്ങുമ്പോൾ നമ്മൾ ബോർഡ് വയ്ക്കാതെയോ മുന്നറിയിപ്പ് നൽകാതെ ഇരുന്നാൽ ഇതുവഴി യാത്രക്കാർ വരുമെന്നും അവരുടെ ജീവന് വിലയുണ്ടെന്നും ആളുകൾ എന്താണ് മനസ്സിലാക്കാതെ പോകുന്നത് എന്നെനിക്കറിയില്ല. മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് സ്വർണം കടത്തിയ വാഹനം കൊള്ളയടിച്ച 3 പേർ പിടിയിലായി. കർണാടകയിലെ ബലഗാവിയിൽ ഈ മാസം 15-ാം തീയതിയാണ് കവർച്ച നടന്നത്. പ്രതികളിൽ നിന്ന് 16 ലക്ഷം രൂപ കണ്ടെടുത്തു. കേസന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുന്നു. അരുൺ, എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? ഈ മാസം 15-നാണ് ബലഗാവി ദേശീയപാതയിലെ ബലഗാവിയിൽ വെച്ച് ഈ കവർച്ച നടക്കുന്നത്. ആ സമയത്ത് കാറിൽ ഉണ്ടായിരുന്നത് 3 പേരാണ്. ഇവർ മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഇവരുടെ മൊഴി അനുസരിച്ച് ഇവരുടെ ഈ ദേശീയപാതയിൽ വെച്ച് ഇവരുടെ വാഹനം തടഞ്ഞു വെക്കുന്നു, തോക്ക് ചൂണ്ടി ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഈ വാഹനവും അതോടൊപ്പം തന്നെ വാഹനത്തിലുണ്ടായിരുന്ന 1,17 ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. ബലഗാവി പോലീസിന് പരാതി ലഭിക്കുമ്പോൾ തന്നെ പോലീസിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇവരെ ഈ കാറിലുണ്ടായിരുന്ന 3 പേരെ വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തതിനൊടുവിലാണ് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അതായത് ഇവർ കേരളത്തിൽ നിന്ന് സ്വർണം മഹാരാഷ്ട്രയിലേക്ക് എത്തിച്ച് അവിടെ ഇത് സെയിൽ ചെയ്തതിന് ശേഷം അതിൽ ലഭിച്ച പണം തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ കവർച്ചയുണ്ടായത് എന്ന കാര്യം ഇവർ പോലീസിനോട് സമ്മതിക്കുകയുണ്ടായി. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഒടുവിലാണ് പിറ്റേ ദിവസം ഈ കവർച്ച നടന്നതിന് സമീപ പ്രദേശത്ത് നിന്നും ഈ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 അംഗ സംഘമാണ് തോക്ക് ചൂണ്ടി ഈ കൊള്ള നടത്തിയത് എന്നതാണ് ഈ കാറിൽ ഉണ്ടായിരുന്നവർ പറയുന്നത്. ഈ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഈ കാറിൽ വിശദമായ പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് രഹസ്യ അറയുണ്ടാക്കി അതിൽ പണം സൂക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. 1,17 ലക്ഷം രൂപയിൽ 16 ലക്ഷം രൂപ മാത്രമേ ഈ കവർച്ചാ സംഘം കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കി പണം അതേപോലെ ഈ രഹസ്യ അറയിൽ സൂക്ഷിച്ചു നിലയിലാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പോലീസിന് വീണ്ടും സംശയമുണ്ടാക്കി. അതായത് ഇത്തരം ഒരു ഫേക്ക് റോബറി, ഒരു വ്യാജ കവർച്ച എന്ന നിലയിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നുൾപ്പെടെയുള്ള സംശയം പോലീസിനെ സംബന്ധിച്ച് ഉണ്ട്. അങ്ങനെയാണ് പോലീസ് ഇതിൽ 3 സംഘങ്ങളായി തിരിഞ്ഞിപ്പോൾ അന്വേഷണം ആരംഭിച്ചത്. അതിനൊടുവിൽ ഇപ്പോൾ സാംഗ്ലി സ്വദേശികളായിട്ടുള്ള 2 പേരെ, നവനീത്, സൂരജ് എന്ന് വരുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയ സംഘമാണ്. അതോടൊപ്പം തന്നെ 3 പേർ, അതായത് ഈ പണം കേരളത്തിലേക്ക് കൊണ്ടുവന്ന 3 പേരും കസ്റ്റഡിയിലുണ്ട്. ഇവർ 3 പേരും മലയാളികളല്ല എന്നതാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിന് കേരള ബന്ധമുണ്ട് എന്നതാണ് കർണാടക പോലീസ് പറയുന്നത്. ഈ സ്വർണം കൊണ്ടുപോയതും ഈ പണം തിരികെ എത്തിക്കുന്നതും കേരളത്തിലെ ഒരു സംഘത്തിലേക്കാണ്. ഇവരെ ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള, അതായത് മഹാരാഷ്ട്രയിൽ നിന്നും സാംഗ്ലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കവർച്ചാ സംഘത്തിലെ 2 പേരെയും കാറിലുണ്ടായിരുന്ന 3 പേർ ഇവരുൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ പോലീസ് കടന്നിട്ടുണ്ട്. ആ രീതിയിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് കേരളത്തിലേക്ക് ഉൾപ്പെടെ ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കർണാടക പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണ്. ആ സംഘം പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഒരു വ്യാജ റോബറി സൃഷ്ടിച്ചതാണോ എന്നുൾപ്പെടെയുള്ള സംശയമുണ്ട്. അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ വാർത്താസംഘം മണിപ്പൂരിൽ തുടരുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി വിനീത വിജിയുടെ നേതൃത്വത്തിലുള്ള വാർത്താസംഘം മണിപ്പൂരിൻ്റെ പല സ്ഥലങ്ങളും സന്ദർശിച്ചു. ഇന്ന് മണിപ്പൂർ കലുഷിതമായി തുടരുന്നു. സംഘർഷം തുടരുന്ന മണിപ്പൂരിൻ്റെ ഇൻഡോ മ്യാൻമർ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ്.
സംസ്ഥാനത്ത് ഇന്റർനെറ്റ് നിരോധനം 2 ദിവസത്തെ കൂടി നീട്ടിയിട്ടുണ്ട്. MLA-മാരുടെ വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 7 പേർ അറസ്റ്റിലായി എന്ന വാർത്തയും മണിപ്പൂരിൽ നിന്ന് വരുന്നു. ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു. 20 കമ്പനി സൈന്യം കൂടി സംസ്ഥാനത്തെത്തും. ഇൻഡോ മ്യാൻമാർ അതിർത്തിയിൽ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിർത്തി നഗരമായ മോറയിലെ നിലവിലെ സാഹചര്യങ്ങൾ മണിപ്പൂർ DGP രാജീവ് സിംഗും സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗും പരിശോധിച്ചു. ഓരോ മേഖലയിലെയും ചെക്ക് പോസ്റ്റുകളിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രമസമാധാനം കണക്കിലെടുത്ത് മണിപ്പൂരിൽ 2 ദിവസത്തേക്കൂടി ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിരോധനം നീട്ടി. ജിരിബാം, ഫെർസാൽ ജില്ലകളിലും ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. മണിപ്പൂരിലെ MLA-മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ 7 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി രാവിലെ 5 മണി മുതൽ 12 വരെ കർഫ്യൂവിന് പ്രത്യേകം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെ പൂർണ്ണ സുരക്ഷാ ചുമതല സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗിന് നൽകി. ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നിർദ്ദേശം. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. ഓരോ നിമിഷവും ഉള്ളുരുകുന്ന കാഴ്ചകളുടേത് കൂടിയാണ് മണിപ്പൂർ ഇപ്പോൾ. വേദനയുടെയും ഭയത്തിൻ്റെയും മുഖങ്ങളാണ് ഇവിടെ നോക്കിയാലും. സംഘർഷം ആരംഭിച്ച 2023 മെയ് മുതൽ മണിപ്പൂരിൽ ഏതാണ്ട് 258ഓളം ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. തങ്ങളുടെ ഭാഗത്തിൽ നിന്ന് മാത്രം 180ഓളം പേർ മരിച്ചതായി കുക്കികൾ അവകാശപ്പെടുന്നു. നിരവധി വീടുകൾ തകർന്നു, ഗ്രാമങ്ങളൊക്കെ അഗ്നിക്കിരയാക്കി. കൊല്ലപ്പെട്ട 100-ലധികം പേരെ ചുരാചന്ദ്പൂരിൽ പ്രത്യേകമായി ഒരുക്കിയ പ്രദേശത്താണ് കുക്കികൾ സംസ്കരിച്ചത്. ചുരാചന്ദ്പൂരിൽ നിന്ന് വിനീത VG തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി. മണിപ്പൂർ ഇങ്ങനെ ഓരോ നിമിഷവും വേദനിക്കുന്ന ചില കാഴ്ചകൾ കൂടിയാകുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചുരാചന്ദ്പൂരിലാണ്. ചുരാചന്ദ്പൂരിലെ കുക്കികൾക്ക് പ്രാമുഖ്യമുള്ള സ്ഥലമാണ് ഈ ചുരാചന്ദ്പൂർ. അവരുടെ സെമിത്തേരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ബോട്ടിൽ വെള്ളം, ഒരു കുപ്പി വെള്ളം ഇവിടെ ഇങ്ങനെ കരുതിയിരിക്കുകയാണ്. ഏതാണ്ട് 100 കണക്കിന് ആളുകളെയാണ് ഇവിടെ സംസ്കരിച്ചിട്ടുള്ളത്. ഇവരൊക്കെ തന്നെ ഈ ഏറ്റുമുട്ടലിലും സംഘർഷത്തിലുമൊക്കെ കൊല്ലപ്പെട്ടവരാണ്. ഇവരുടെ സംസ്കരിച്ചിരിക്കുന്ന സെമിത്തേരിയാണിത്. ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. ഇങ്ങനെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട 100 കണക്കിന് പേരാണ് ഈ കുക്കി വിഭാഗത്തിൽ നിന്ന് കൊല്ലപ്പെട്ടതെന്നാണ് ഇവർ പറയുന്നത്. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 258 പേർ, അതായത് 2023 മെയ് മുതൽ തുടങ്ങിയ സംഘർഷത്തിൽ 2258 പേർ മരിച്ചു എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്കുകൾ. ഇതിൽ കുക്കി സംഘടനകൾ പറയുന്നത് 180ഓളം പേരും കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. ഏതാണ്ട് 4000-ലധികം അവരുടെ വീടുകൾ, ഈ കുക്കി മേഖലയിലുള്ള വീടുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ഇവരുടെ നിരവധി പ്രദേശങ്ങൾ അത് അഗ്നിക്കിരയാക്കപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുമ്പോൾ ഏറ്റവും വേദനിക്കുന്ന ചില കാഴ്ചകൾ കൂടിയാണ് മണിപ്പൂരിൽ നിന്ന് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത്. ഈ സംഘർഷത്തിനും ഒപ്പം തന്നെ ഈ ആക്രമണങ്ങൾക്കുമൊക്കെ ഒരു അറുതി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് പ്രധാന ആവശ്യം. ഇരു വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യും, പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളതൊക്കെയാണ് സർക്കാർ പറയുന്നത്. അത്തരം നടപടികൾ അത് എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് കൂടി വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം. മണിപ്പൂരിലെ ജനങ്ങൾ സമത്വത്തോടെയും സാഹോദര്യത്തോടെയും കൂടി ഒന്നിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് കൂടി നമുക്ക് പ്രത്യാശിക്കാം. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. എന്തായാലും മണിപ്പൂരിൽ ചെന്നിറങ്ങുന്ന ആർക്കും വളരെ മനസ്സമാധാനത്തോടെ മടങ്ങി വരാൻ കഴിയില്ല എന്നതാണ് അവിടുത്തെ കാഴ്ചകൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. P. ഉണ്ണികൃഷ്ണൻ പറയുന്നു, തികച്ചും നിരുത്തരവാദപരമായ ജോലിയാണ് ഈ മുത്തൂരിലെ സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ദൈവമേ, ആർക്കും ഇനി ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ എന്നുകൂടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. P. ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ പൊതുനിരത്തിൽ ഉണ്ടാകാൻ പാടില്ല. പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ് കവാടത്തിന് സമീപം വീണ്ടും ഒരു കാട്ടുപോത്ത് ഇറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കാട്ടുപോത്തിൻ്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ കാട്ടുപോത്ത്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. പത്തനംതിട്ടയിൽ നിന്ന് EV ജയശങ്കർ ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, യഥാർത്ഥത്തിൽ കാട്ടുപോത്തിനെ കാട് കയറ്റാൻ പറ്റിയോ?
അതായത് SKN ഈ കാട്ടുപോത്ത് ഇതിനകം തന്നെ കാട് കയറിയിട്ടുണ്ട്. ഈ കോന്നി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഭാഗം വനമേഖലയിൽ പെടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ മെഡിക്കൽ കോളേജിൽ എത്തി പോകാറുണ്ട്. വേണമെങ്കിൽ സ്ഥിരം സന്ദർശകർ എന്ന് തന്നെ പറയാം. ഇതിനിടയിൽ ഈ അടുത്ത കാലത്ത് ഒരു കാട്ടുപോത്ത് മെഡിക്കൽ കോളേജിനുള്ളിൽ പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ വൈറലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങി കാട്ടുപോത്ത് സമാധാനപരമായി തന്നെ കാട് കയറിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ കാട്ടുപോത്ത് ആശുപത്രിയിൽ എത്തുന്നത്. ഈ സമയം ഒരു 108 ആംബുലൻസ് ഈ ആശുപത്രിയിലേക്ക് കവാടത്തിലൂടെ കയറി വരുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ കാട്ടുപോത്ത് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെയാണ് തിരിച്ച് കാട് കയറിയത്. എന്തായാലും ആളുകൾക്കുള്ളിൽ ഈ കാട്ടുപോത്തിനെ പൊടുന്നതിനെ കാണുമ്പോൾ വലിയൊരു പരിഭ്രാന്തി ഉണ്ട്. എന്തായാലും വനം വകുപ്പും ഈ മൃഗങ്ങൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ജാഗ്രത വേണമെന്ന് ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ഈ ഹോസ്പിറ്റലിന് ആശുപത്രിക്ക് വേണമെന്ന് വനം വകുപ്പ് എന്നോട് നാട്ടുകാരും മറ്റും ഇതിനോടകം തന്നെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വനമേഖലയുടെ അടുത്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വനത്തിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങുക എന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസം കൂടിയാണ്. SKN. ഓക്കെ വി ജയശങ്കറാണ് ടെലിഫോണിൽ ചേർന്നതായാലും കാട്ടുപോത്ത് കാട് കയറി നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം, മനസ്സമാധാനത്തോടെ. പക്ഷേ കോന്നിയിൽ മെഡിക്കൽ കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിഥികൾ വരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു മനസ്സിന് അലോസരം പോലെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാൻ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടാനുണ്ട്. അതിനുമുമ്പ് നമുക്കൊരു ഇടവേള വേണം. അതിനിടയിൽ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു, നമ്മുടെ കുടയുടെ കാര്യം എന്തായി? കുടയുടെ കാര്യം രാവിലെ തന്നെ ഞാൻ പറഞ്ഞു. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് രാവിലെ 5 മണി മുതൽ ഉള്ള സംപ്രേഷണം കാണുന്ന ആളുകൾക്ക് 100 കുടകൾ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. ആ 100 കുടകൾ ആർക്കൊക്കെയാണ് ലഭിച്ചത്? നിങ്ങൾക്കറിയുന്ന പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രേക്ഷകർ ഈ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് യൂട്യൂബിൽ വന്ന സെലക്ട് ചെയ്തിട്ടുള്ള 100 ആളുകളെ തിരഞ്ഞെടുക്കുക ഇത്തിരി പാടായിരുന്നു. തിരഞ്ഞെടുത്തിട്ട് ആ 100 പേരുടെ ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ പോലെ 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും വെബ്സൈറ്റിൽ അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കും. നിങ്ങളെ ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് കൊറിയറായിട്ട് ഈ കുട സെലക്ട് ചെയ്യപ്പെട്ടുള്ളവർക്ക് അയച്ചു തരും. കുട കിട്ടാതെ പോയ ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അവർ അടുത്ത ഊഴത്തിന് വേണ്ടി ഇനി കാത്തിരിക്കുക. നമ്മൾ ഈ പരിപാടി നിർത്തുന്നില്ല. മറ്റു വാർത്തകളിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ KV തോമസ് നാളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. പാക്കേജുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട്. ചർച്ച പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് KV തോമസ് 24-നോട്. അപ്പോൾ നമുക്ക് വളരെ ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തിക സഹായം ഒരു മഹാദുരന്തത്തിൽ തരേണ്ട ബാധ്യത ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഔദാര്യമൊന്നല്ല ചോദിക്കുന്നത്. മറ്റൊന്ന് കടമെടുക്കുന്നതിനെക്കുറിച്ചുള്ള പല ചർച്ചകളും GSTയുടെ അടിസ്ഥാനത്തിൽ നടത്തിയുള്ള ചർച്ചകളെല്ലാം അതിൻ്റെ എല്ലാ ഫയൽ അവിടെ ഉണ്ട്. അപ്പോൾ അതിലേത് വിഷയമാണ് ഇവരെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏതായാലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കിത് ഔദാര്യമല്ല, നമുക്ക് തരേണ്ടതാണ്. നമുക്ക് ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം വന്ന മറ്റു പല സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ ന്യായമായി ലഭിക്കേണ്ട. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, KV തോമസ് മാഷ് വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നമുക്കും പ്രതീക്ഷയുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്കും ഈ ദുരന്തത്തെക്കാളും പിന്നീട് സംഭവിച്ച ദുരന്തങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ സമയം കണ്ടെത്തി നടപടിയെടുത്തു, സഹായം എത്തിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഔദാര്യം വയനാടിനും കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂടിക്കാഴ്ച കേരളം പ്രതീക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നാളെ 3:30 പാർലമെന്റിലെ ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമായും ഈ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ ഒരു ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വരും എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മറ്റു വിഷയങ്ങളുമുണ്ട്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി പോലുള്ള വിഷയങ്ങളും ധനകാര്യ മന്ത്രാലയത്തിന് മുൻപിലുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ ചർച്ച നടക്കും. മറ്റൊന്ന്, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാർ എല്ലാ രേഖകളും കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് KV തോമസ് വ്യക്തമാക്കുന്നത്. ഔദാര്യമല്ല ആവശ്യപ്പെടുന്നത്, അർഹിക്കുന്ന ഒരു സഹായം അതാണ് ഇപ്പോൾ സംസ്ഥാനം തേടുന്നത്. പക്ഷേ ഇതുവരെയും അതിലൊരു തീരുമാനം അത് കേന്ദ്രം കൈക്കൊണ്ടിട്ടില്ല. നേരത്തെ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് KV തോമസ് നൽകിയ കത്തിൽ SDRF ഫണ്ടിലേക്ക് പണം വകയിരുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഈ അടിയന്തര ധനസഹായം സംബന്ധിച്ച കാര്യങ്ങളിൽ കേരളത്തിന്റെ ആവശ്യപ്രകാരമുള്ള ഈ 2000 കോടിയുടെ പ്രത്യേക പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ നാളത്തെ കൂടിക്കാഴ്ചയിൽ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുകയാണെങ്കിൽ അതിലെന്താണ് ഇനി കേന്ദ്രത്തിന്റെ ഭാവി
തീരുമാനമെന്നതിൽ ഒരു വ്യക്തത ലഭിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ അത് പരിഗണനയിലാണോ എന്ന കാര്യങ്ങൾ. കാരണം കേന്ദ്ര സംഘം ഈ ദുരന്ത സ്ഥലത്തെത്തി കാര്യങ്ങൾ പഠിച്ച ശേഷം ആ റിപ്പോർട്ടും കൈമാറിയതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും പാക്കേജ് അനുവദിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാലതാമസം അതിലെടുക്കുന്നുണ്ട് എന്നതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പാക്കേജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെ ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരിഗണനയിൽ വരും. അതിൽ അനുകൂല ഒരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി KV തോമസ് 24-നോട് പങ്കുവയ്ക്കുന്നുണ്ട്. SK അച്യുതനാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ചേർന്നത്. ഇപ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ചെന്നൈയിൻ FC-ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളിന് മുന്നിലാണെന്ന് പറയുന്നു. അനിൽ വാസുദേവ് തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനിൽ, എന്താണ് കളിയുടെ കൂടുതൽ വിവരങ്ങൾ? SKN ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ചെന്നൈയിൻ FC-ക്കെതിരെ സ്വന്തം തട്ടകത്തിൽ ഇപ്പോൾ എതിരില്ലാത്ത 2 ഗോളിന് മുന്നിലാണ് ബ്ലാസ്റ്റേഴ്സ്. ആദ്യം ഹെസൂസ് ഹിമനേസിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ നോവ സദോയ് കൂടി ഗോൾ നേടിയോടുകൂടി കേരളത്തിൻ്റെ വിജയത്തിലേക്കുള്ള പാത ഏറെക്കുറെ ഒരുങ്ങി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 3 മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയായിരുന്നു. ആകെ ഈ സീസണിൽ 4 തോൽവി നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ മത്സരത്തിൽ ജയം അങ്ങേയറ്റം നിർണായകമായ ഘട്ടത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ ഉണർന്നു കളിക്കുകയും ഇപ്പോൾ 2 ഗോളടിച്ച് ജയത്തിൻ്റെ പാതയിലുമുള്ളത്. ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമാണ് മത്സരം തീരാൻ ബാക്കിയുള്ളത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക മത്സരമായിരുന്നു. അതിലെന്തായാലും കേരളത്തിൻ്റെ സ്ട്രൈക്കർമാർ ഉണർന്നു കളിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നോവ സദോയ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് പരിക്ക് മൂലം ആദ്യ മത്സരങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായാണ് ഇറങ്ങിയത്. എന്തായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നോവ സദോയ് തൻ്റെ ക്ലാസ് എന്താണെന്ന് തെളിയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം 2ാമത്തെ ഗോൾ വന്നത് നോവ സദോയിലൂടെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഹെസൂസ് ഹിമനെ അദ്ദേഹത്തെ ടീമിലെത്തിച്ചത് ഒട്ടും തെറ്റിയില്ല എന്ന തരത്തിലാണ് ആ സീസണിലെ മൊത്തത്തെ പ്രകടനം. ഈ സീസണിൽ മത്സരം അല്പസമയം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യസമയം നോക്കിയാൽ മാത്രമാണ് അവിടെ കളിസ്ഥലത്ത്. നമുക്കൊരു കാര്യം ചെയ്യാം, അഭിനന്ദനെ അല്പം കഴിഞ്ഞ് ലൈവ് എടുക്കാം. അപ്പോൾ നമുക്ക് കളിയുടെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ജിദ്ദയിൽ നടക്കുന്ന താരലേലത്തിൻ്റെ വാർത്തകളാണ്. അത് അല്പം സമയം അവിടെ തന്നെ നിൽക്കുക. ഞാൻ മറ്റൊരു വാർത്തയ്ക്ക് പോയിട്ട് വരാം. കർണാടകയിലെ ബാഗൽകോട്ടിൽ ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് സ്ത്രീയുടെ കൈപ്പത്തികൾ അറ്റുപോയ സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റ്, നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഹെയർ ഡ്രയറിൽ സ്ഫോടക വസ്തു ഘടിപ്പിച്ചുള്ളൊരു കൊലപാതക ശ്രമമായിരുന്നു ഇതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയുള്ള സ്ത്രീയുടെ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓൺലൈനായി ഓർഡർ ചെയ്ത ഹെയർ ഡ്രയർ സാങ്കേതിക കാരണങ്ങളാൽ പൊട്ടിത്തെറിച്ചു. ഇതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ കണ്ടെത്തിയത് സിനിമാ കഥകളെ വെല്ലുന്ന കുറ്റകൃത്യം. പോലീസ് പറയുന്നത് ഇങ്ങനെ: പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ ബാസമ്മയും പോലീസ് അറസ്റ്റ് ചെയ്ത് സിദ്ധപ്പയും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു. ഇതിനിടെ ബാസമ്മയുടെ അയൽവാസിയായ ശശികല ഈ ബന്ധം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനായി നിരന്തരം സമ്മർദ്ദം ചെലുത്തി. അടുത്ത കാലത്തായി ബാസമ്മയിൽ ചില മാറ്റം കണ്ട സിദ്ധപ്പയ്ക്ക് ശശികലയോട് വൈരാഗ്യമായി. ശശികലയെ കൊലപ്പെടുത്താൻ സിദ്ധപ്പ തീരുമാനിച്ചു. തുടർന്നാണ് ഹെയർ ഡ്രയർ കൊണ്ടുള്ള കൊലപാതകം ആസൂത്രണം ചെയ്തത്. കോറികളിൽ ഉപയോഗിക്കുന്ന ഡിറ്റണേറ്റർ ഘടിപ്പിച്ചാണ് ഹെയർ ഡ്രയർ ശശികലയ്ക്ക് കൊറിയറായി അയച്ചത്. എന്നാൽ ശശികല വീട്ടിലില്ലാത്തതിനാൽ കൊറിയർ വാങ്ങിവെച്ചത് സിദ്ധപ്പയുടെ കാമുകിയായ ബാസമ്മ. കയ്യിൽ കിട്ടിയ ഹെയർ ഡ്രയർ വെറുതെ ഉപയോഗിച്ച് നോക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. 2 കൈപ്പത്തികളും അറ്റുപോയ ബാസമ്മ ചികിത്സയിലാണ്. താൻ ഹെയർ ഡ്രയർ ഓർഡർ ചെയ്തിട്ടില്ലെന്ന ശശികലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത്. 24 ബംഗളൂരു. ഈ സംഭവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വീട്ടിലേക്ക് കൊറിയറായി വരുന്ന സാധന സാമഗ്രികളൊക്കെ നമ്മൾ ഒരു ശ്രദ്ധയുമില്ലാതെ പൊട്ടിച്ച് നോക്കാൻ പാടില്ല. കാരണം ഈ ഒരു കാലമാണ്, ഈ ആതുര കാലത്ത് എന്തും വീട്ടിൽ വന്ന് കയറാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ കൊറിയറൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലാത്ത ഒരു കൊറിയർ വീട്ടിലേക്ക് വന്നാൽ അത് സ്വീകരിക്കാൻ പോലും പാടില്ല. കാരണം ഓർഡർ ചെയ്യാത്ത ഒരു കൊറിയറാണ് വീട്ടിൽ വന്ന് കയറി ഈ വനിതയുടെ 2 കൈപ്പത്തിയും അറ്റുപോകാൻ കാരണമായത്. കാമുകൻ്റെ പ്രതികാരമായിരുന്നു എങ്കിൽ പോലും അത് ഏറ്റത് മറ്റൊരാളിനാണ്. ഇനി IPL മെഗാ താരലേലം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി ഋഷഭ് പന്ത് ലക്നൗ സൂപ്പർ ജയൻസ് 27 കോടി രൂപയ്ക്ക് പന്തിനെ സ്വന്തമാക്കിയെന്നാണ് വാർത്ത. ജിദ്ദയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. 26.75 കോടി രൂപയ്ക്ക് ശ്രേയസ് അയ്യരെ പഞ്ചാബ് കിങ്സും 23.75 കോടിക്ക് വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ടീമിലെത്തിച്ചു. അനിൽ വാസുദേവ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. അനിൽ, ഇപ്പോഴും അവിടെ താരലേലം ജിദ്ദയിൽ നടക്കല്ലേ? അതെ SKN, ഇന്നും നാളെയുമായിട്ടാണ് ഈ മെഗാ താരലേലം നടക്കുന്നത്. IPL 18ാം സീസണിന് മുന്നോടിയായാണ് ഈ മെഗാ താരലേലം നടക്കുന്നത്. ആകെ 577 താരങ്ങളാണ് ലേലപ്പട്ടികയിൽ ഉള്ളത്. ഇതിൽ ആദ്യ ദിനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ വന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഋഷഭ് പന്ത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ താരമായി മാറി എന്നുള്ളതാണ്. 27 കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയത്. ആദ്യം 20 കോടി രൂപയ്ക്കാണ് ലക്നൗ സ്വന്തമാക്കിയത്. ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന ടീമായ ഡൽഹി RTM ഓപ്ഷൻ ഉപയോഗിക്കുന്നു. ഇതോടുകൂടി കുറച്ചുകൂടി തുക ഉയർത്തണം എന്നുള്ള അനിവാര്യത വന്നു. ആ ഘട്ടത്തിലാണ് മുന്നും പിന്നും നോക്കാതെയുള്ള 27 കോടി രൂപ എന്നുള്ള വലിയ ബിഡ് വെക്കുകയും അങ്ങനെ ഋഷഭ് പന്തിനെ ലക്നൗ സൂപ്പർ ജയൻസ് സ്വന്തമാക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഈ സീസണിൽ നിക്കോളാസ് പൂരൻ ലക്നൌവിൻ്റെ ക്യാപ്റ്റൻ ആകുമെന്നാണ് പ്രതീക്ഷിച്ചത്. അദ്ദേഹത്തെ 20 കോടി രൂപയ്ക്ക് ടീം നിലനിർത്തിയിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു താരത്തെ കൊണ്ടുവന്ന് ടീമിൻ്റെ ബ്രാൻഡ് വാല്യൂ അടക്കം ഉയർത്തുന്നുള്ള തരത്തിലുള്ള തന്ത്രമാണ് ഇപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. മറ്റൊരു വിലയേറിയ താരമായി മാറിയത് 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയ ശ്രേയസ് അയ്യരാണ്. കഴിഞ്ഞ തവണ കൊൽക്കത്തയെ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. ആ താരത്തിനും വിലയേറിയ ഒരു തുക തന്നെയാണ് കിട്ടിയത്, വലിയ തുക തന്നെയാണ് കിട്ടിയത്. മറ്റൊരു അയ്യർക്ക് കൂടി വലിയ തുക കിട്ടി. വെങ്കടേഷ് അയ്യരാണ്. 23.75 കോടി രൂപയ്ക്കാണ് വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. നേരത്തെ വെങ്കടേഷ് അയ്യർ ഇതേ ടീമിൻ്റെ താരമാണ്. അദ്ദേഹത്തെ നിലനിർത്താതിരുന്നത് പലർക്കും അത്ഭുതമുണ്ടാക്കിയിരുന്നു. ഇതേ വെങ്കടേഷ് അയ്യർ തന്നെ നിലനിർത്താത്തിൽ സങ്കടമുണ്ടെന്നൊക്കെ തുറന്നു പറയുന്നു. അപ്പോൾ ആ താരത്തിന് ഒരുപക്ഷെ നിലനിർത്തിയതിനേക്കാൾ വലിയ തുകയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, 23.75 കോടി രൂപ. മുംബൈ ഇന്ത്യൻസ് ആണ് കാര്യമായ പർച്ചേസ് ഇതുവരെ നടത്താത്തത്. മുംബൈ ഇന്ത്യൻസിന് നിലവിൽ ഒരേ ഒരു ബിഡിംഗ് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അതായത് അവരുടെ മുൻ താരമായ ട്രെന്റ് ബോൾട്ടിനെ 12.5 കോടിക്ക് ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. വാശിയേറിയ ലേലം അങ്ങനെ പുരോഗമിക്കുകയാണ് SKN. ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ തന്റെ പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗ് സംസ്ഥാന അധ്യക്ഷനെയാണ് താൻ വിവരിച്ചത്. വർഗീയ സംഘടനകളായ ജമാഅത്ത് ഇസ്ലാമിയെയും SDP-യെയും ലീഗ് ചേർത്ത് നിർത്തുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പാലക്കാട് വിജയത്തെ ചൊല്ലി CPIM കോൺഗ്രസ് വാക്പോര് ഇപ്പോഴും തുടരുകയാണ്. പാലക്കാട്ടെ UDF വിജയം വർഗീയ വോട്ട് നേടിയെന്ന ആക്ഷേപം ശക്തമാക്കുകയാണ് CPIM. SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുമ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും വലിയ തോതിൽ സഹകരിപ്പിക്കാൻ ഇപ്പോഴാണ് ആ നിലയിലേക്ക് മാറിയത്. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. അദ്ദേഹമാണ് ലീഗിന്റെ പ്രസിഡന്റ്. സ്വാഭാവികമായും ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പ്രധാനമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് വരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ LDF നേട്ടമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ LDF-നോടൊപ്പം എത്ര കണ്ട് ഭദ്രമായി അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. പാലക്കാട്ട് LDF-ന്റെ വോട്ട് വീതം കുറയല്ല ചെയ്തത്. അവിടെ LDF-ന്റെ വോട്ട് വീതം നല്ല നിലയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയും. ചേലക്കരയെ കുറിച്ച് കാണേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ നല്ല വർധനവ് നേടാൻ കഴിഞ്ഞു. വടകര ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും പ്രതികരിച്ചു. CPIM വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. BJP-ക്കും CPIM-നും ഒരേ നാവെന്ന് VD സതീശൻ. BJP-ക്ക് വോട്ട് കുറഞ്ഞതിന് CPM-ന് എന്തിനാണ് ഇത്ര സങ്കടം? അപ്പൊ BJP-യുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അതിൽ ഏറ്റവും സങ്കടം BJP-ക്കാരെക്കാളും സങ്കടം CPM-നാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി ഈ വിവാദം ഇങ്ങനെ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പടലപ്പിണക്കവും അതുപോലെ ചേരിപ്പോരും ഒക്കെ തന്നെ പല പാർട്ടികളിലും പുറത്തു വന്നു കഴിഞ്ഞു. ഇന്നത്തെ വാർത്താപ്പകലിൽ അതൊക്കെ കണ്ടു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. വിവാദ അനുഗ്രഹ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ തിരുത്തി PK കുഞ്ഞാലിക്കുട്ടി. PMA സലാമിൻ്റേത് മുസ്ലിം ലീഗിൻ്റെ നിലപാടല്ലെന്നും ഇത്തരം പരാമർശങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചു. കൂടുതൽ സംസ്ഥാന നേതാക്കളും ഇന്ന് PMA സലാമിനെതിരെ രംഗത്ത് വന്നു.
വിവാദ അനുഗ്രഹ പരാമർശത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിനു പിന്നാലെയാണ് PK കുഞ്ഞാലിക്കുട്ടി PMA സലാമിനെ തിരുത്തിയത്. അപഹസിക്കലും മറ്റു കാര്യങ്ങളും ഒന്നും ഞങ്ങളുടെ രീതിയല്ല, അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നുമില്ല. തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ്. സമസ്ത ലീഗ് ബന്ധം വഷളാകുന്ന പ്രസ്താവനകൾ ഇരുപക്ഷത്തു നിന്നും ഒഴിവാക്കണമെന്ന നേതൃതല ധാരണ PMA സലാം ലംഘിച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യമായി കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് രംഗത്തെത്തിയത്. അപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രസ്താവന വന്നു, മുക്കം വൈസിയുടേതായി. അതിനെതിരായി ജനരോഷം ഉണ്ടായി. അപ്പം അങ്ങനെ ആ ജനരോഷം കണ്ടു നിൽക്കുന്ന ഞങ്ങൾ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെ കാണേണ്ടത് അതേ രീതിയിലാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച ഡോക്ടർ P സരീൻ മൂന്നാമതായി എന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പരാമർശം. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ കുവൈറ്റ് KMCC സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു വിവാദ പരാമർശം. ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയാണെന്ന് സമസ്തയിൽ നിന്ന് ഉൾപ്പെടെ വിമർശനം ഉയർന്നതിനു പിന്നാലെ താൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെയാണ് എന്ന് സലാം വിശദീകരിച്ചു. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത്. ആ പ്രസ്താവന ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ ജിഫ്രി തങ്ങളുടെ പേരിലാക്കി മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ജിഫ്രിയെ അപമാനിക്കുന്നത്. PMA സലാം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് INL വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് വഴി എത്ര പേർക്ക് വേണമെങ്കിലും ദർശനം നടത്താമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഉയർത്തേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. 9 ദിവസങ്ങൾക്കിടെ വരുമാനത്തിൽ 13 കോടി രൂപയുടെ വർധനയും ഉണ്ടായി എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം 70,000-ൽ നിന്നും 80,000-ആയി ഉയർത്തേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്. സ്പോട്ട് ബുക്കിംഗ് 10,000-ആയി നിജപ്പെടുത്തിയെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിലും സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തീർത്ഥാടകർക്കായി 3 തത്സമയ ഓൺലൈൻ ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് യാതൊരു ആശങ്കയും വേണ്ട. എത്ര ഭക്തർ വന്നാലും തത്സമയ ഓൺലൈൻ ബുക്കിംഗ് വഴി നമുക്ക് ഭഗവാന് ദർശനം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1 മിനിറ്റിൽ 80 തീർത്ഥാടകരാണ് 18ാം പടി ചവിട്ടുന്നത്. പോലീസിന്റെ ക്രൗഡ് മാനേജ്മെന്റ് വിജയം കണ്ടുവെന്നും PS പ്രശാന്ത് പറഞ്ഞു. ക്രൗഡ് മാനേജ്മെന്റ്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്രൗഡ് മാനേജ്മെന്റ് ആണല്ലോ. അപ്പോൾ 18ാം പടിയിൽ അതിന് ഏറ്റവും വലിയ ഗുണം നമുക്ക് ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനം, 1 ദർശന സമയം കൂട്ടിയത്, 2 18ാം പടിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരുടെ ഡ്യൂട്ടി സമയം 15 മിനിറ്റായി കുറച്ചത്. 9 ദിവസത്തിനിടെ 13 കോടി 33 ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് ബോർഡിനുണ്ടായത്. ഉണ്ണിയപ്പം വിൽപ്പന വഴി ഇതുവരെ 2 കോടി 21 ലക്ഷവും അരവണ വിൽപ്പന വഴി 17 കോടി 71 ലക്ഷവും ലഭിച്ചു. കാണിക്ക വഴിയുള്ള വരുമാനം 14 കോടിയിലും എത്തി. 24 സന്നിധാനം. ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് ഇപ്പോൾ തത്സമയം ചേരുന്നു. പ്രതീഷ്, ഇന്ന് ഭക്തജന തിരക്ക് എങ്ങനെയുണ്ടായിരുന്നു? SKN കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ട്. ഇതുവരെ ഏകദേശം 55,000-ഓളം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ളത്. ഇനിയും തീർത്ഥാടകർക്ക് ദർശനം നടത്താനുള്ള സമയം ശബരിമലയിലുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം 75,000-ന് മുകളിൽ തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് 70,000-ൽ താഴെ തീർത്ഥാടകരെ മാത്രമാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്ന കാര്യം. കാരണം ഈ വെള്ളി ശനി ദിവസങ്ങളിലാണ് പൊതുവെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ തിരക്ക് കുറവായിരുന്നു. ഇപ്പോൾ ഈ നടയടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ അയ്യപ്പ ദർശനത്തിനായി നിരവധി തീർത്ഥാടകർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. ഏകദേശം 9,000-ഓളം തീർത്ഥാടകർ ഇതിനോടകം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്നതാണ് ദേവസ്വം ബോർഡും പോലീസും കരുതുന്നത്. കാരണം ഈ 12 വിളക്കിന് ശേഷമാണ് സാധാരണഗതിയിൽ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് 9ാം ദിവസമാണ്. നാളെ 10ാം ദിവസം. 12 വിളക്കിന് ശേഷം ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്നതാണ് നിലവിൽ പോലീസും കണക്ക് കൂട്ടുന്ന കാര്യം. പക്ഷേ കൂടുതൽ തീർത്ഥാടകർ എത്തിയാലും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിൽ നിലവിൽ പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. ഈ സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തട്ടെ എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ ദേവസ്വം ബോർഡിനുള്ളത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 10,000-ന് മുകളിൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്
നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് ഈ എത്ര തീർത്ഥാടകർ എത്തിയാലും അവർക്ക് ദർശന സൗകര്യം ഒരുക്കുമെന്നതാണ് പ്രധാനമായും ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയാലും കൃത്യമായി രേഖകൾ കൈമാറിയാൽ അവർക്കും അയ്യപ്പ ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ ഒരുക്കാൻ തന്നെയാണ് തീരുമാനം. അതേസമയം വിർച്വൽ ക്യൂ വഴിയുള്ള ദർശനവും പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് ദേവസ്വം ബോർഡും പോലീസും ചെയ്യുന്നത്. 70,000 നിലവിൽ വിർച്വൽ ക്യൂ വഴി ശബരിമലയിൽ ദർശനം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അത് 80,000 ഉയർത്തുമെന്ന ചില ചർച്ചകളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ 80,000 മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നതാണ് ദേവസ്വം ബോർഡും അറിയിക്കുന്ന കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം ഇന്നത്തെക്കാൾ കൂടുമെന്നതാണ് പോലീസും ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു പ്രതീഷ്. എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സന്നിധാനത്ത് നിന്ന്. പൊന്നു പറയുന്ന കുറുവാ സംഘം വർക്കലയിൽ വന്നു. റിയൽ ന്യൂസാണ്. പേടിച്ചിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. നാളെ പരീക്ഷയുണ്ട്. മൈൻഡ് ഔട്ടായതുപോലെ. അങ്ങനെയൊന്നും വർക്കലയിലൊന്നും കുറുവാ സംഘം ഇറങ്ങിയതായി വാർത്തയൊന്നും വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാർ പേടിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ലോക്കൽ മോഷ്ടാവിനെ എവിടെയെങ്കിലും കണ്ടുമുട്ടിയാൽ കുറുവാ സംഘമാണ് എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളിലൊന്നും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. കുറുവാ സംഘം വർക്കലയിൽ വന്നതായി വാർത്തകൾ വന്നിട്ടില്ല. ഇനി ഇന്നത്തെ വാർത്താപ്പകലിൽ വന്നുപോയ ചില വാർത്തകളിലൂടെ നമ്മൾ പോകുന്നു. വാർത്താപ്പകൽ മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ പ്രതിഷേധം തീരുന്നില്ല. വഖഫ് ആസ്തി വിവരപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കും വരെ സമരം തുടരാൻ സമരസമിതി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് നിയമഭേദഗതി ബില്ലിൽ പ്രതീക്ഷയോടെ മുനമ്പം ജനത. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീണ്ടും രോഗബാധ. 27 പേർക്ക് വയറിളക്കവും ഛർദിയും 2 പേർക്ക് മഞ്ഞപ്പിത്തവും കണ്ടെത്തി. ആരോഗ്യവകുപ്പിന്റെ സർവേയിൽ ഫ്ളാറ്റിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷ സംഘടനകൾ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് ABVP മാർച്ച്. പ്രതികൾക്കായുള്ള പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ നാളെ കോടതിയിൽ. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. കണ്ണൂർ ചെറുതാഴത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടു. 6 പേർക്ക് പരുക്ക്. അപകടത്തിൽപ്പെട്ടത് കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം. ഇന്ന് രാവിലെ വന്നൊരു വാർത്തയാണ്. പാലക്കാട് തോൽവിയുടെ പേരിൽ BJPയിൽ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെതിരെ പടയൊരുക്കമെന്ന് സൂചന. K. സുരേന്ദ്രനെ കൈവിടുന്നത് പോലെയായിരുന്നു V. മുരളീധരന്റെ പ്രസ്താവന വന്നത്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി NDA വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് രംഗത്ത് വന്നു. നേതൃത്വത്തിനെതിരെ ഒളിയുമ്പുമായി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും രംഗത്ത് വന്നതോടെ കളം കൊഴുത്തു. പാലക്കാട് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJPയിൽ K. സുരേന്ദ്രൻ ഒറ്റപ്പെടുകയാണ്. വിശ്വസ്തനായ K. സുരേന്ദ്രനെ V. മുരളീധരനും കൈവിട്ടു. തോൽവി സംബന്ധിച്ച ചോദ്യങ്ങൾ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണമെന്ന നിലപാടെടുത്ത സുരേന്ദ്രനെതിരായ നീക്കങ്ങൾക്ക് നിശബ്ദ പിന്തുണ നൽകുകയാണ് V. മുരളീധരൻ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചുമതല ചൂണ്ടിക്കാട്ടി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും V. മുരളീധരൻ സജീവമായിരുന്നില്ല. പാലക്കാട്ടെ തോൽവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് V. മുരളീധരന്റെ മറുപടി ഇതായിരുന്നു. പാലക്കാടും ചേലക്കരയും വയനാട്ടിലും ഒക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം. ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം മറുപടി നൽകുമെന്നാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ മറുപടി. സ്വാഭാവികമല്ല, ജനാധിപത്യ ക്രമത്തിൽ ഇങ്ങനെ മാറ്റം അനിവാര്യമല്ല. അദ്ദേഹത്തോട് ചോദിക്കും. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് താമസക്കാരുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തല്ലേ. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന പൊതു അഭിപ്രായം BJPയിലുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന V. മുരളീധരന്റെ വിശ്വസ്തൻ P. രഘുനാഥിന് ഏകോപനത്തിൽ വീഴ്ചയുണ്ടായെന്ന് K. സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ശക്തി കേന്ദ്ര ചാർജ് ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ താഴെത്തട്ടിൽ പ്രവർത്തനത്തിനെത്തിയില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട V. മുരളീധരന്റെ വിവാദ പരാമർശം അനവസരത്തിലുള്ളതാണെന്ന വിമർശനവും ഇവർ ഉയർത്തുന്നുണ്ട്. ഇതിനിടെ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് NDA വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. നിയന്ത്രണം RSS ഏറ്റെടുത്ത് പാർട്ടിയെ രക്ഷിക്കണമെന്നും കാമരാജ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച കൊച്ചിയിൽ BJP നേതൃയോഗം ചേരും. S. ശ്രീകാന്ത്, 24 കൊച്ചി. പാലക്കാട്ടെ ഉജ്ജ്വല വിജയത്തിന് ശേഷം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ. പുതുപ്പള്ളിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് വൻ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്. വിദേശത്തായതുകൊണ്ട് ചാണ്ടി ഉമ്മൻ കല്ലറയിൽ എത്തിയില്ല.
സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ രാഹുൽ ആദ്യം എത്തിയത് പുതുപ്പള്ളിയിലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയ അനുഗ്രഹം വാങ്ങിയായിരുന്നു പാലക്കാട്ടേക്ക് വണ്ടി കയറിയത്. അതുകൊണ്ട് തന്നെ ആ വിജയത്തിന്റെ സന്തോഷം പങ്കുവെക്കാനും ആദ്യമെത്തിയത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക്. പുതുപ്പള്ളി പുണ്യാളന്റെ മുന്നിൽ തിരികത്തിച്ച് പ്രാർത്ഥിച്ച ശേഷമായിരുന്നു പ്രിയ നേതാവിന്റെ കല്ലറയിലേക്ക് എത്തിയത്. എതിർ സ്ഥാനാർത്ഥികൾക്ക് മറുപടിയില്ലെന്ന് ആവർത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ലെന്നും വ്യക്തമാക്കി. പാലക്കാട് എല്ലാത്തരം വർഗീയതയും അവിടെ ഇളക്കി വിടാനുള്ള ശ്രമം BJPയുടെ CPMന്റെ ഭാഗത്തു നിന്നുണ്ട്. പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് പറഞ്ഞ് പാലക്കാടുകാരെ വീണ്ടും പരിഹസിച്ചാൽ അതിനുള്ള മറുപടി ഞങ്ങൾ 26-ൽ തരാം. PC വിഷ്ണുനാഥ്, KC ജോസഫ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പമായിരുന്നു രാഹുലിന്റെ സന്ദർശനം. പുതുപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ അടക്കം നിരവധി പേർ രാഹുലിനെ സ്വീകരിക്കാനുമെത്തി. വിദേശത്തായതിനാൽ ചാണ്ടിയുമ്മന് ഇന്നും രാഹുലിനൊപ്പം കല്ലറയിലെത്താൻ സാധിച്ചില്ല. പുതുപ്പള്ളിയിലെ സന്ദർശനത്തിന് ശേഷം പാലക്കാട്ടേക്ക് തന്നെ രാഹുൽ മടങ്ങി. ടോബി ജോൺസൺ, 24 കോട്ടയം. പാലക്കാട്ട് 3-ാം സ്ഥാനത്തായി പോയെങ്കിലും ഡോക്ടർ പി സരിനെ പാർട്ടി കൈവിടില്ലെന്ന് വ്യക്തമാക്കുന്നു CPM നേതാവ് AK ബാലൻ. പി സരിൻ തിളങ്ങുന്ന നക്ഷത്രമാകുമെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ്റെ പ്രവചനം. പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പരോക്ഷമായി വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പ്രതികരിച്ചു. സരിനെ ഏതെങ്കിലും രൂപത്തിൽ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. സഖാവ് സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമാകാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഡീമോറലൈസ് ചെയ്യാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. ഡോക്ടർ പി സരിനെതിരെ പാർട്ടിയിലും മുന്നണിക്കുള്ളിലും വിമർശനമുയരുന്നുണ്ടെങ്കിലും ചേർത്തു നിർത്താനാണ് CPIM തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പി സരിന് കവചമൊരുക്കി CPIM നേതാക്കൾ രംഗത്തിറങ്ങി. സരിൻ ഈ തെരഞ്ഞെടുപ്പ് LDF പാലക്കാട്ട് വിജയിക്കുമെന്ന ഉറപ്പിൽ വന്ന ഒരാളല്ല. സരിനെ ഇടതുപക്ഷക്കാരനാക്കിയിട്ട് തന്നെ ഞങ്ങളൊപ്പം നിർത്തും. പരാജയത്തിൽ നിരാശയില്ലെന്ന് 24 മോർണിംഗ് ഷോയിൽ ഡോക്ടർ പി സരിനും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ജയവും പരാജയവുമല്ല, ഒരു പൊതുരംഗത്ത് ഇടപെടുന്ന ഒരാളുടെ അവസാനത്തെ ജനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളതിൻ്റെ സൂചന. അത് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു വഴി മാത്രമാണല്ലോ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നിരാശയല്ല ഉള്ളത്, പകരം കൂടുതൽ പ്രതീക്ഷയാണ്. ഡോക്ടർ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് CPI നേതാക്കൾ ഉൾപ്പെടെ വിമർശനവുമായി എത്തിയതിന് പിന്നാലെയാണ് CPIM നേതാക്കളുടെ പ്രതിരോധം. രായ്ക്ക് രാമാനമുള്ള രാഷ്ട്രീയ കൂടുമാറ്റത്തെക്കുറിച്ച് എല്ലാ പാർട്ടികളും ഗൗരവമായി ചിന്തിക്കണമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പരോക്ഷ വിമർശനം. ഈ രായ്ക്ക് രാമാനം ഉണ്ടാകുന്ന രാഷ്ട്രീയ ചേരുപക്ഷത്തെപ്പറ്റി എല്ലാ പാർട്ടികളും ഗൗരവമായി ചിന്തിക്കണം. അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ആശയ അടിത്തറ എന്താണ്? ആശയപരമായി, ചിന്താപരമായി, രാഷ്ട്രീയമായി ഉണ്ടാകുന്ന മാറ്റമാണോ അത്തരം മാറ്റങ്ങൾ? ബിനോയ് വിശ്വത്തിന്റെ വിമർശനം തന്നെ ഉദ്ദേശിച്ചാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്നായിരുന്നു പി സരിന്റെ മറുപടി. പി സരിനെ അറിയില്ലെന്ന് CPIയുടെ മുതിർന്ന നേതാവ് C ദിവാകരൻ പറഞ്ഞു. ഡോക്ടർ പി സരിനെ തിരിച്ചെടുക്കാൻ താൽപ്പര്യമില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക് 24. മറ്റൊരു വാർത്തയിലേക്ക്. നിയുക്ത കർദിനാൾ മോൺസിഞ്ഞോർ മാർ കൂവക്കാട് ഇനി മുതൽ ആർച്ച് ബിഷപ്പ്. മെത്രാഭിഷേക ചടങ്ങുകൾ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ നടന്നു. കർദിനാൾ പദവി സ്വീകരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് മാർ കൂവക്കാട് മെത്രാപ്പൊലിത്തയായി അഭിഷിക്തനായത്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു മെത്രാഭിഷേക ചടങ്ങുകൾ. മാർ കൂവക്കാടിനെ മെത്രാപ്പൊലീത്തയാക്കിയുള്ള റോമിൽ നിന്നുള്ള നിയമന പത്രിക ആദ്യം വായിച്ചു. തുടർന്ന് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട് പ്രതിജ്ഞയും ചെയ്തു. പിന്നീട് അംശവടിയും തൊപ്പിയുമടക്കമുള്ള സ്ഥാനചിഹ്നങ്ങൾ നൽകി മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. നമ്മുടെ കർത്താവായ ദൈവം സിയോനിൽ നിന്നയച്ച് ശക്തിയുടെ ദണ്ഡായ ഈശോ മിശിഹ അങ്ങേയും അങ്ങേ മേയ്ക്കാനിരിക്കുന്നവരെയും നയിക്കട്ടെ. നിസിബിസ് കൽദായ കത്തോലിക്ക രൂപതയുടെ സ്ഥാനിക മെത്രാപ്പൊലീത്തയായാണ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട് ചുമതലയേറ്റത്. ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളിയിലായിരുന്നു ചടങ്ങുകൾ. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഓഫ് ദി സ്റ്റേറ്റ് പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ എഡ്ഗർ പാർക്കർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാളാകുന്ന ആദ്യ ഇന്ത്യൻ വൈദികനാണ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്. ഡിസംബർ 7 ഇന്ത്യൻ സമയം രാത്രി 9 വത്തിക്കാനിലാണ് കർദിനാളായി ചുമതലയേൽക്കുന്നത്. 24 കോട്ടയം.
വിവാഹമോചന തീരുമാനത്തിൽ AR റഹ്മാനെ വ്യക്തിഹത്യ നടത്തരുതെന്ന അഭ്യർത്ഥനയുമായി മുൻ ഭാര്യ സൈറ ബാനു. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് AR റഹ്മാൻ. തങ്ങൾ യോജിച്ചെടുത്ത തീരുമാനത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന സൈറ ബാനു ഓഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. ഈ ഓഡിയോ ചാനൽ വിവിധ മാധ്യമങ്ങൾക്ക് അവർ തന്നെയാണ് അയച്ചു കൊടുത്തതും. I would request the entire YouTubers, the Tamil media, please do not say anything bad against him. He's a gem of a person, the best man in the world. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മുംബൈയിൽ ചികിത്സയിലാണ് സൈറ ബാനു. വിവാഹമോചന തീരുമാനമറിയിച്ചത് അഭിഭാഷകർ വഴി. പിന്നാലെ AR റഹ്മാനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായതോടെയാണ് സൈറ ബാനു ഓഡിയോ സന്ദേശത്തിലൂടെ റഹ്മാന് പിന്തുണ അറിയിച്ചത്. റഹ്മാൻ താൻ കണ്ട മികച്ച വ്യക്തി, തങ്ങൾക്കിടയിൽ സ്നേഹം മാത്രമാണുള്ളത്. റഹ്മാനെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണമെന്നും സൈറ ബാനു അഭ്യർത്ഥിച്ചു. ചികിത്സ കഴിഞ്ഞ് ചെന്നൈയിൽ മടങ്ങിയെത്തിയ ശേഷം കൂടുതൽ പ്രതികരണമുണ്ടാകുമെന്നും സൈറ ബാനു പറഞ്ഞു. പിതാവിനെതിരായ സൈബർ ആക്രമണം വേദനിപ്പിക്കുന്നതായി ഇരുവരുടെയും മകൻ AR അമീനും പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയിൽ അപകീർത്തി പ്രചാരണം നടത്തിയവർക്കെതിരെ ഇന്നലെ AR റഹ്മാൻ ഓപ്പൺ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. 24 ചെന്നൈ. ഇനി നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അറിയിപ്പുകൾ, വാർത്തകളൊക്കെ നമുക്ക് പരിശോധിക്കാം. നാളെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കേൾക്കുകയും വേണ്ട കാര്യമാണ് കേരളം നാളെ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകുന്നു. വഖഫ് ബില്ലടക്കം 15ഓളം ബില്ലുകൾ സമ്മേളനകാലത്ത് അവതരിപ്പിക്കും. പ്രതിപക്ഷം അദാനി വിഷയം ഉന്നയിക്കാൻ സാധ്യത. പ്രധാനമന്ത്രി അഭിസംബോധന നാളെ രാവിലെ. വയനാട് മീനങ്ങാടി ഇലക്ട്രിക്കൽ സെക്ഷനിൽ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 വരെയാണ് നിയന്ത്രണം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ കുടിവെള്ള വിതരണം മുടങ്ങും. പത്തനംതിട്ട ജില്ലയിൽ നാളെ ABVPയുടെ വിദ്യാഭ്യാസ ബന്ദ്. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ABVP ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് കൽപ്പറ്റ ഇലക്ട്രിക്കൽ സെക്ഷനിലെ വിവിധയിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വൈദ്യുതി മുടങ്ങും. നമുക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് വാൽക്കഷണം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇനി വാൽക്കഷണം. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരുപാട് നേതാക്കന്മാരുണ്ടാകും. എന്നാലൊന്ന് തോറ്റുപോയാലോ ആ ക്രെഡിറ്റ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കി കളയും. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ഒരു നേതാവിന് നേരെ ആ പാർട്ടിയിലെ തന്നെ പലരും വിരൽ ചൂണ്ടുന്നു. BJPയുടെ തോൽവിയുടെ പട്ടം ആർക്കൊക്കെയാണ് ചാർത്തി കൊടുക്കുന്നത്? കാണാം M. അഫ്സലിൻ്റെ വാൽക്കഷണം. തെരഞ്ഞെടുപ്പിൽ തോറ്റ സങ്കടത്തിനേക്കാളും ചില പാർട്ടിക്കാർ ഇടങ്ങാറാവുന്നത് തോറ്റേൻ്റെ കാരണം കണ്ടെത്താനും അതിൻ്റെ കാരണക്കാരെ കണ്ടെത്താനുമാണ്. ചില പാർട്ടിക്കാരുണ്ട് എല്ലാ കാരണം ഒരു സംസ്ഥാന പ്രസിഡന്റിൻ്റെ തലയിൽ കെട്ടിവെക്കണ പാർട്ടിക്കാർ. എങ്ങനെ തോറ്റു വോട്ടെങ്ങനെ മറിഞ്ഞു? ഇത് പഠിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും വരുമോ? പ്രാഥമികമായിട്ടുള്ളൊരു അവലോകനം നടത്തിയിരുന്നു. ശരി, അവലോകനം നടത്തിയിട്ട് പാലക്കാട് എങ്ങനെ തോറ്റു എന്ന് മനസ്സിലായോ മുരളിയേട്ടാ? മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. മഹാരാഷ്ട്ര അവിടെ നിൽക്കട്ടെ, നമുക്ക് പാലക്കാട് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രക്ക് പോയാൽ പോരെ? മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞ പോലെ മുരളിയേട്ടനോട് പാലക്കാടിനെ കുറിച്ച് ചോദിക്കരുത്. മൂപ്പര് മഹാരാഷ്ട്രനെ കുറിച്ചല്ലാതെ ഒരക്ഷരം മിണ്ടൂല. കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് പാലക്കാട്ടെ കാര്യം ആരും മുണ്ടൂല എന്നർത്ഥം. ഞങ്ങൾ ആരും ഒന്നും തന്നെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാ തുടങ്ങ, മറ നീക്കി ഓരോരുത്തരുടെ സങ്കടങ്ങളും പുറത്തു വരട്ടെ. വലിയ പരാജയം പ്രതീക്ഷിച്ചില്ല. സാരല്ല, നിങ്ങൾ മുരളിയേട്ടൻ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞ് തടി തപ്പുവോ? പാലക്കാടിനെ പറ്റി ഒന്നും പറയില്ലേ? എനിക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ബൂത്തിൻ്റെ ചർച്ച, 59 നമ്പർ ബൂത്തിൻ്റെ ചർച്ച എന്നെ അത്ര അവർ കണക്കാക്കിയിട്ടില്ല. അത് തന്നു. അതെന്ത് പരിപാടിയാ മുരളിയേട്ടാ?
ഈ ശിവരാജേട്ടനെ പോലുള്ള ഒരാളൊക്കെ നിങ്ങൾ വെറും ഒരു ബൂത്ത് മാത്രം നോക്കാൻ ഏൽപ്പിച്ചാൽ മതിയോ? പാലക്കാടും ചേലക്കരയും വയനാട്ടിലും ഒക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ, ഈ വിശദാംശങ്ങളൊന്നും അറിയാത്ത എന്ത് പ്രധാനപ്പെട്ട നേതാവ് നിങ്ങൾ? പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടാണല്ലോ പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നത്. അതുകൊണ്ട് നിങ്ങൾ പാലക്കാടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടൂലേ? ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. സുരേന്ദ്രേട്ടന്റെ തലേക്ക് ആ ഗപ്പ് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ടോണി, ഇപ്പോൾ നീ ഒറ്റയാവുന്നതിന്റെ സുഖം എന്താണെന്ന് അറിയുന്നത്? അല്ല ശിവരാജേട്ടാ, നമ്മൾ ധാരോടം ചോദിക്കുക, നിങ്ങളൊന്ന് പറയും. ബാക്കിയുള്ളത് സുരേന്ദ്രനോടത്തോ ജില്ലാ പ്രസിഡന്റോ ചോദിക്കണം. മൂപ്പരും ഗപ്പ് നേരെ സുരേന്ദ്രേട്ടന്റെ തലേക്ക് വെച്ചു കൊടുത്തു. ടോണി എന്നും ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ടുള്ളത്. ഞാൻ തീറ്റ കൊടുത്ത ഏത് കയ്യാ എനിക്കിട്ട് പണിയെന്ന് എനിക്കൊന്ന് അറിയണം. നിങ്ങളെല്ലാരും സുരേന്ദ്രേട്ടൻ ഇങ്ങനെ ഈ ഗപ്പ് കൊടുക്കാൻ എന്താ ഒരു കാരണം? BJPക്ക് അടിത്തറയ്ക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല. മേൽക്കൂരയ്ക്ക് ചില കോട്ടങ്ങളുണ്ട്. അപ്പൊ മേൽക്കൂര പ്രശ്നത്തിലാണ്. ആണോ അല്ലേ നിങ്ങളല്ലേ പറയണ്ടേ? അതൊക്കെ പ്രസിഡന്റ് പറയും. അപ്പൊ പ്രസിഡന്റ് മേൽക്കൂര പൊളിച്ചു പണിയാന് ആളെ റെഡിയാക്കിയോ? അതൊക്കെ തിരുത്താൻ ഒരാഴ്ചത്തെ സമയം വേണ്ടുള്ളൂ. അപ്പൊ മേൽക്കൂരയുടെ കാര്യം ശരിയാക്കാൻ വേണ്ടി ശിവരാജേട്ടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല ശിവരാജേട്ടാ, നമ്മളെ ഈ സ്ഥാനാർത്ഥി എപ്പോഴും മത്സരിക്കുന്ന ആളാണ്, അങ്ങനെ ഒരു വർത്താനം ഉണ്ടായിരുന്നോ? ഞാനായിരുന്നെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ നിന്നവനാണ്. അതായത് ശിവരാജേട്ടനൊക്കെ മാറി നിൽക്കാന്ന് പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി പറയാൻ തയ്യാറായില്ലാന്ന്. ശിവരാജേട്ടൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞതിൽ സാധ്യത ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയുള്ളൂ. അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ലല്ലോ. അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും മൂപ്പരത് പറഞ്ഞു. അല്ല, ഈ പ്ലാനിംഗ് ഒന്നും വേണ്ട പോലെ നടന്നില്ലേ? ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെ നടപ്പിലായി, എന്തൊക്കെ നടപ്പിലായില്ല, അതൊക്കെ പ്രസിഡന്റ് പറയും. അതടക്കണ്. തോറ്റ കപ്പ് പിന്നെയും സുരേന്ദ്രേട്ടന്റെ തലക്ക് വെച്ചു കൊടുത്തു. നിങ്ങൾ പിന്നെയും ഇതിന്റെ ട്രോഫി ആ പാവത്തിന്റെ തലേക്ക് ഇങ്ങനെ വെക്കണതേ വലിയ കഷ്ടമുണ്ട് കേട്ടോ. അത്തരം കാര്യങ്ങൾ വീണ്ടും പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുണ്ട്. അല്ല ശിവരാജേട്ടാ, ഇതെന്താ ഈ മൂപ്പര് എന്ത് ചോദിച്ചാലും പ്രസിഡന്റിനോട് ഇങ്ങനെ ചോദിക്കാൻ പറയണേ? എന്താ ഇപ്പൊ ഇവര് തമ്മിൽ സംഭവിച്ചേ? എന്ത് സംഭവിച്ചു പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിക്കട്ടെ. പഠിച്ചതിന് ശേഷമെങ്കിലും മുരളിയേട്ടൻ മഹാരാഷ്ട്രയുടെ കാര്യം മാത്രം പറയാതെ പാലക്കാട്ടെ കാര്യം പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതോടെ പ്രൈം ടൈമിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.